കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡബിൾ കോളം ക്യാഷ് ബുക്ക്. എന്താ ഡബിൾ കോളം ക്യാഷ് ബുക്ക്? നോക്കാം. മോസ്റ്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ത്രൂ ബാങ്ക് അല്ലേ. ഇപ്പം നമുക്കറിയാം കൂടുതൽ ട്രാൻസാക്ഷൻസ്, വലിയ ട്രാൻസാക്ഷനൊക്കെ, വലിയ എമൗണ്ടിനൊക്കെയുള്ള ട്രാൻസാക്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ക്യാഷ് കൊണ്ടുപോകാം അല്ലേ. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, മോസ്റ്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ത്രൂ ബാങ്കാണ് അല്ലേ. ബാങ്കിലൂടെയാണ് പൈസ കൊടുക്കുന്നതിന് നമുക്ക് ചെക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ മണി ട്രാൻസ്ഫർ അല്ലേ, ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ക്യാഷ് ട്രാൻസാക്ഷനേക്കാളും അതേപോലെ തന്നെ അല്ല, ക്യാഷ് ട്രാൻസാക്ഷൻ്റെ അതേപോലെ തന്നെ എന്താവും ബാങ്ക് ട്രാൻസാക്ഷനും പ്രസക്തിയുണ്ട്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് ആർ ത്രൂ ബാങ്ക്. അതായത് കൂടുതൽ ട്രാൻസാക്ഷൻ ഇപ്പോൾ എന്താണ് ബാങ്ക് മുഖേനയാണ്. കാരണം ബിക്കോസ് ഓഫ് ഹാൻഡ്ലിങ് ഡിഫിക്കൽട്ടി ഇൻ ഹാൻഡ്ലിങ് ക്യാഷ്. നമ്മൾ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം ലക്ഷക്കണക്കിന് രൂപ, 10 ലക്ഷം, 20 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ ക്യാഷ് നമ്മൾ കയ്യിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, 50 ലക്ഷം രൂപയുടെ ചെക്ക്, ഒരു ചെറിയ പേപ്പറാണ്, 50 ലക്ഷം രൂപയുടെ ചെക്ക് നമുക്ക് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 50 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അല്ലേ. ഓൺലൈൻ ട്രാൻസ്ഫർ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ത്രൂ നെറ്റ് ബാങ്കിങ് അല്ലേ. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ അങ്ങനെ വരുമ്പം എല്ലാ ബിസിനസ്സുകാർക്കും ദർ മസ്റ്റ് ബി എ ബാങ്ക് അക്കൗണ്ട് അല്ലേ. എല്ലാ ബിസിനസ്സുകാർക്കും എന്തായിരിക്കണം, ഒരു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. ബിസിനസ് ഓപ്പൺസ് എ കറണ്ട് അക്കൗണ്ട്. എന്താ ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മീൻ ബൈ കറണ്ട് അക്കൗണ്ട്? ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ അക്കൗണ്ടുകളെ പല വിഭാഗം, പ്രധാനമായും 4 വിഭാഗം അക്കൗണ്ടുകളാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 4 തരത്തിലെ അക്കൗണ്ടുകളാണ്. ഒന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ സേവിങ്സ്, നമ്മുടെ പണം, മിച്ചമുള്ള പണം ഡെപ്പോസിറ്റ് ചെയ്യാം. അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ സാലറീഡ് പേഴ്സൺസ് ഒക്കെയാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. പിന്നെ അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഒരു പർട്ടിക്കുലർ പീരിയഡിലേക്ക്, ഒരു എക്സാമ്പിൾ 10 years അല്ലെങ്കിൽ 15 years, 5 years നമ്മളൊരു എമൗണ്ട്, ഫിക്സഡ് കാലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. പിന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മളിപ്പോൾ റിക്കറിംഗ് മീൻസ് റിപ്പീറ്റിംഗ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി ഓരോ മാസം ഒരു എമൗണ്ട്, സ്ഥിരമായിട്ടൊരു ഫിക്സഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരിയഡ്, ഫോർ എക്സാമ്പിൾ 5 years, അപ്പോൾ 5 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓരോ മാസം ഒരു 1000 രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ 5 വർഷത്തേക്കാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇനി 4മത്തെയാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് മീൻസ് an account in which we can deposit money at any time and we can withdraw money at any time. No restrictions on amount of deposit, or number of deposits or number of withdrawals. മറ്റുള്ള അക്കൗണ്ടുകളിലൊക്കെ എന്താണ്, ഇപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയാലും എന്താണ്, അവിടെ ഈ നമ്മൾ പണം നിക്ഷേപിക്കുന്നതിനും അതുപോലെ പണം വിഡ്രോ ചെയ്യുന്നതിനും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് വിഡ്രോവൽസ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ബിസിനസ്സുകാർ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട്. കാരണം എന്താണ്, ബിസിനസ്മാന് പലപ്പോഴും പണം അത്യാവശ്യം, പെട്ടെന്ന് പണം വരും. അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് ബാങ്ക് പോയിട്ട് എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് അവർ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഏത് സമയത്ത് വേണമെങ്കിൽ അവർക്ക് വിഡ്രോ ചെയ്യാനും അതുപോലെ ഏത് സമയത്ത് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം വേണം. സോ ദേ പ്രിഫർ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് സാധാരണ നോ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട്. സാധാരണ രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ ദേ വിൽ ഗിവ് എ വെരി സ്മോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, സേ 1% or 2% എക്സെട്ര. കാരണം എന്താണ്, കറണ്ട് അക്കൗണ്ടിൽ ബിസിനസ്മാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ എപ്പോഴാണ് വിഡ്രോ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്തായാലും വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിന് എന്തില്ല, പൈസ അയാൾ ബാങ്കിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്നത് ഉറപ്പില്ല. അതുകൊണ്ടാണ് അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാതെ. അപ്പോൾ ഇതാണ് കറണ്ട് അക്കൗണ്ട്. ഇത് നമ്മളിവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ നോ റെസ്ട്രിക്ഷൻസ് ഓൺ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് വിഡ്രോവൽസ്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് എന്തില്ല, നമ്മൾ എത്ര പൈസ നമുക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ രാവിലെ കൊണ്ടുപോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് നമ്മൾ വിഡ്രോ ചെയ്യുന്നു, വൈകുന്നേരം വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ നോ റെസ്ട്രിക്ഷൻ ഓൺ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് വിഡ്രോവൽസ്. മറ്റുള്ള അക്കൗണ്ടുകൾ അങ്ങനെയല്ല. മറ്റുള്ള അക്കൗണ്ടിലൊക്കെ പരിമിതികളുണ്ട്. ഒരു മാസം ഇത്ര പൈസ മാത്രമേ വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അല്ലെ ഒരു മാസത്തിൽ തവണ മാത്രമേ വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര തവണ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് മറ്റുള്ള അക്കൗണ്ടുകളൊക്കെ.
പക്ഷേ ഇവിടെ ഒന്നുമില്ല. കറണ്ട് അക്കൗണ്ട് ഹാസ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ നമ്പർ ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് വിഡ്രോവൽസ്. അത് പറഞ്ഞാൽ ബാങ്ക് ചാർജ് എ സ്മോൾ എമൗണ്ട് ഫോർ സർവീസ് വിച്ച് ഈസ് കോൾഡ് ഇൻസിഡൻ്റൽ ചാർജസ്. അതായത് നമ്മളിപ്പം ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നതിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എമൗണ്ട് എണ്ണം കൂടും, നമ്പർ കൂടുതലായിരിക്കും, നമ്പേഴ്സ് കൂടും അല്ലേ. പല പ്രാവശ്യമായിട്ട് വിഡ്രോ ചെയ്യുന്നു, പല പ്രാവശ്യമായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ദിവസത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, 1-2 പ്രാവശ്യം വിഡ്രോ ചെയ്യാം, 1-2 പ്രാവശ്യം ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ബാങ്കിൻ്റെ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യണം അല്ലേ, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ ടൈം എടുക്കും, അവർക്ക് ജോലി അധികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഇതിന് ഒരു ചെറിയൊരു സർവീസ് ചാർജ് അവർ ചാർജ് ചെയ്യും. സർവീസ് ചാർജ് ഈസ് കോൾഡ് ഇൻസിഡൻ്റൽ ചാർജസ്. അപ്പോൾ ദേ ചാർജ് എ സ്മോൾ എമൗണ്ട് ഫോർ ദർ സർവീസ്. കാരണം ഒരുപാട് സർവീസ് കൂടുതൽ സമയം സെർവ് ചെയ്യേണ്ടി വരും അല്ലേ. നമ്മൾ ഓരോ പ്രാവശ്യം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. അതുപോലെ ഓരോ പ്രാവശ്യം വിഡ്രോ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം, പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. സോ ദേ ചാർജ് എ സ്മോൾ എമൗണ്ട് for their service that is called incidental charges. അപ്പോൾ അതിന് പറയുന്നതാണ് ഇൻസിഡൻ്റൽ ചാർജസ്. പിന്നെ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെടുന്ന ചില ഐറ്റംസ് ആണ്. ഒന്ന് പേയിങ് സ്ലിപ്പ്. കേട്ടോ, പേയിങ് സ്ലിപ്പ് ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം ബാങ്കിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പേയിങ് സ്ലിപ്പ്. അപ്പോൾ ഈ പേയിങ് സ്ലിപ്പിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്ര പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഏത് അക്കൗണ്ട് നമ്പർ, ആരുടെ പേരിലാണ് അക്കൗണ്ട് ആരുടെ പേരിലാണ് പൈസ ഡെപ്പോസിറ്റ് ചെയ്തത്, ഇത് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് തോന്നുന്നത് പേയിങ് സ്ലിപ്പ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ് ഓർ ചെക്ക് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും, ആ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പം അതിന് നമ്മൾ എഴുതി കൊടുത്തുന്നുള്ളതിന് ഒരു രേഖ. അപ്പോൾ ഇതിൻ്റെ 2 പാർട്ട് കാണാൻ, നിങ്ങൾക്ക് ഒരു വലിയ പാർട്ടും ഒരു ചെറിയ പാർട്ടും. അപ്പോൾ വലിയ പാർട്ട് ബാങ്ക് കീപ്പ് ചെയ്യും, ചെറിയ പാർട്ട് അവർ സീൽ വെച്ച് നമുക്ക് തിരിച്ചു തരും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെപ്പോസിറ്റ് ക്യാഷ്. അതുപോലെ ചെക്ക്, നമുക്ക് ആരും ഒരാൾ ചെക്ക് തന്നു, അപ്പോൾ ചെക്ക് നമ്മൾ ബാങ്കിൽ കളക്ഷന് വേണ്ടി അയക്കണം. അപ്പോൾ കളക്ഷന് വേണ്ടി അയക്കുമ്പം ഈ പേയിങ് സ്ലിപ്പ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും പേരും ആരുടെ ചെക്കാണ് തന്ന ചെക്കിൻ്റെ നമ്പർ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് എഴുതി കൊടുക്കും. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ പൈസ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതേപോലെ നമ്മളിപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതും പേയിങ് സ്ലിപ്പാണ്. അപ്പോൾ നിങ്ങളിനി ബാങ്കിൽ പോയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റ് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നെക്സ്റ്റ് വരുന്നത് പേയിങ് സ്ലിപ്പിന് കൗണ്ടർ, ഞാൻ പറഞ്ഞു കൗണ്ടർ ഫയൽ ഈസ് റിട്ടേൺഡ് ടു ദ കസ്റ്റമർ. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2 ഭാഗം കാണാം, ഇതിൻ്റെ ഒരു വലിയ പാർട്ടും ഒരു ചെറിയ പാർട്ടും. ചെറിയ പാർട്ടാണ് നമ്മൾ കൗണ്ടർ ഫയൽ എന്ന് പറയുക. അപ്പോൾ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു തെളിവായത് ഡോക്യുമെൻ്ററി എവിഡൻസ്. നമ്മൾ പറഞ്ഞ എല്ലാ ട്രാൻസാക്ഷനും ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിന് നമ്മുടെ കയ്യിലുള്ള ഒരു തെളിവാണ് ഈ കൗണ്ടർ ഫയൽ. അത് നമ്മൾ അവിടെ സൂക്ഷിച്ച് വെക്കാം. നെക്സ്റ്റ് വരുന്നത് ചെക്സ് ഫോം. ചെക്സ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെക്കുകൾ അല്ലേ, ബാങ്കിൻ്റെ ചെക്കുകൾ സാധാരണ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ്ഡ് ടു വിഡ്രോ മണി ഫ്രം ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചെക്ക് അല്ലേ. നമുക്ക് പൈസ സെൽഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ അക്കൗണ്ട് നമ്മൾ പൈസ എടുക്കാം, നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം, അതിന് നമ്മൾ ചെക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വേറെ ആർക്കും പൈസ കൊടുക്കാനുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാം, പൈസ കൊടുക്കുന്നതിന് പകരം ചെക്ക് കൊടുക്കും അല്ലേ. അപ്പോൾ ദിസ് ചെക്ക് ഫോംസ് ആർ യൂസ്ഡ് ടു വിഡ്രോ മണി ഫ്രം ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മളവിടെ പേ കാണാം, നമുക്ക് പേ എന്ന് കാണാം. പേ എന്ന് വെച്ചാൽ അവരുടെ പേര് എഴുതണം, ആർക്കാണ് കൊടുക്കുന്നത്, നമ്മൾ തന്നെയാണ് സെൽഫ് എന്ന് എഴുതിയാൽ മതി. അല്ല വേറെ കൊടുക്കുന്നത് അവരുടെ പേര് അവിടെ എഴുതും. പിന്നെ അതിൻ്റെ റുപ്പീസ് എത്ര എമൗണ്ടാണ് വേർഡ്സിലും ഫിഗേഴ്സിലും എഴുതണം. അതിന് താഴെ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. ആരാണോ ചെക്ക് കൊടുക്കുന്നത്, ചെക്ക് കൊടുക്കുന്ന ആൾ, അത് ചെക്ക് അക്കൗണ്ട് ഹോൾഡർ ആരാണോ അവരുടെ സൈൻ അവിടെ ഉണ്ടായിരിക്കണം. ആ സൈൻ അവിടെ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്ത് കറക്റ്റാണെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് നടത്താൻ പറ്റൂ. പിന്നെ അതുപോലെ ഡേറ്റ് എഴുതണം. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ചെക്ക്. ഇനി ചെക്ക് വരുമ്പം റൈറ്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ് ആഫ്റ്റർ ദ വേർഡ് പേ. നമ്മൾ ആർക്കാണോ പൈസ കൊടുക്കേണ്ടത്, വേറെ ആൾക്കും ഇപ്പം ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുള്ള ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നതിന് പകരം ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ആർക്കാണോ ഈ പൈസ കൊടുക്കേണ്ടത് അവരുടെ പേരാണ് അവിടെ എഴുതുന്നത്. പേ എന്ന് എഴുതി കാണാം അവിടെ മേലെ, അതിൻ്റെ ബ്ലാങ്ക് ലൈൻ ഇട്ടുണ്ടാവും. ആ ലൈനിൽ എന്ത് ചെയ്യാം, ആർക്കാണോ പേ ചെയ്യേണ്ടത് അവരുടെ പേര്. ഇപ്പോൾ പേ സുരേഷ്, അല്ലെ പേ രമേഷ്, അല്ലെ പേ രാജൻ, അല്ലെ പേ ജോസഫ്. അപ്പോൾ അവരുടെ പേര് അവിടെ എഴുതാം. അപ്പോൾ അവിടെ പേര് എഴുതും, പിന്നെ എമൗണ്ടൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ എമൗണ്ട് പൈസ അല്ലെ പൈസ ആർക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ള ആർക്ക് പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചെക്ക് ഫോംസ്. പിന്നെ വരുന്നത് ഓർഡർ ചെക്ക്. ഓർഡർ ചെക്ക് എന്ന് പറയുമ്പം ദ വേർഡ് ബെയറർ ഈസ് സ്ട്രൈക്ക് ഓഫ് ബൈ ഡ്രോയിങ് എ ലൈൻ.
ദ എമൗണ്ട് ഈസ് പെയ്ഡ് ടു ദ പേഴ്സൺ ഹൂസ് നെയിം ഈസ് റിട്ടൺ. അവിടെ നമ്മൾ പേ ഓർ ബെയറർ എന്നുണ്ടാവും. പേ ഓർഡർ ഓർ ബെയറർ. അപ്പോൾ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പോൾ അങ്ങനെ ബെയറർ എന്ന് പറഞ്ഞാൽ ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ കയ്യിലാണോ ഉള്ളത് അയാൾക്ക് വിഡ്രോ ചെയ്യാം. ബെയറർ ചെക്ക് എന്ന് പറയുമ്പം ബെയറർ മീൻസ് ഹു ബ്രിങ്സ് ദ ചെക്ക്. അയാളുടെ കയ്യിലാണോ ചെക്ക് ഉള്ളത് അയാൾക്ക് അതിൻ്റെ പൈസ കിട്ടും. അപ്പോൾ ബെയറർ ചെക്ക് ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെക്ക് ബെയറർ ചെക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ബാഗിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ എനിക്ക് കിട്ടും. ഇപ്പോൾ ദ വേർഡ് ബെയർ ഈസ് സ്ട്രക്ക് ഓഫ് ബൈ ഡ്രോയിങ് എ ലൈൻ. അപ്പോൾ ബെയർ എന്നുള്ള വേർഡിനാവും ആ വേർഡ് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ദ എമൗണ്ട് ഈസ് പെയ്ഡ് ടു ദ പേഴ്സൺ ഹൂസ് നെയിം ഈസ് റിട്ടൺ. ആരുടെ പേരാണെങ്കിൽ ആ പേര് എഴുതിയ ആൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതാണ് ഓർഡർ ചെക്ക്. ആർക്കാണ് ഓർഡർ? ഇപ്പോൾ പേ രമേഷ് എന്ന് പറഞ്ഞിട്ട് ബെയർ എന്നുള്ള ചെക്ക് ബെയർ എന്നുള്ളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ രമേഷിന് മാത്രമേ ആ പൈസ കിട്ടൂ. അത് ഓർഡർ ചെക്ക്. ഓർഡർ ടു ഗിവ് ദ എമൗണ്ട് ടു എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു വ്യക്തി ഇന്ന വ്യക്തികൾക്ക് കൊടുക്കണം നന്നായി അർത്ഥം. പിന്നെ ക്ലോസ്ഡ് ചെക്ക്. ക്ലോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ആരെങ്കിലും എമൗണ്ട് മാറ്റി എന്താ ചെയ്യുക, വേറെ ആരെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും കൊണ്ടുപോയിട്ട് വാങ്ങിക്കാം പൈസ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുക, ചെക്ക് ക്ലോസ് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് കനോട്ട് ബി മെയ്ഡ് ഡയറക്റ്റ് ടു ദ പാർട്ടി ഓർ ഓൺ ദ കൗണ്ടർ. ഇത് എന്ത് ചെയ്യില്ല, ഈ ചെക്ക് ക്ലോസ്ഡ് ചെക്ക് ആകുമ്പം പൈസ കയ്യിലെത്തില്ല. പേയ്മെൻറ്റ് കനോട്ട് ബി മെയ്ഡ് ഡയറക്റ്റ് ടു ദ പാർട്ടി ഓൺ ദ കൗണ്ടർ. നമ്മൾ ക്യാഷ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഈ ചെക്ക് കൊടുത്താൽ നമുക്ക് കിട്ടില്ല, പൈസ കിട്ടില്ല. പെയ്ഡ് ഓൺലി ത്രൂ ബാങ്ക്. അവരുടെ അക്കൗണ്ടിലേക്കാണ് പോവുക. ആർക്കാണ് കൊടുക്കേണ്ടത്? കൊടുക്കേണ്ട ആളുടെ അക്കൗണ്ട്. അപ്പോൾ അവിടെ നോക്കുക, ഡ്രോ ടു പാരലൽ ലൈൻ ഓൺ ദ ചെക്ക്. ചെക്കിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് കോർണറിൽ 2 ഡബിൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതെന്തായി? ക്ലോസ്ഡ് ചെക്കായി. അപ്പോൾ ഒരു ചെക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ആ കോർണറിൽ എന്ത് ചെയ്യുക? 2 ലൈൻ വെറുതെ വരച്ചാൽ മതി. അപ്പോൾ അവിടെ പേ നോട്ട് അവരുടെ പേര് എഴുതിയിട്ടും അവരുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. അക്കൗണ്ട് നമ്പർ കൂടി അവിടെ സ്പെസിഫൈ ചെയ്യണം. പേ രമേഷ് എൻ്റെ അക്കൗണ്ട് നമ്പർ പിന്നെ SBI അക്കൗണ്ട് നമ്പർ ഇത്ര. അപ്പോൾ ഓൺലി ത്രൂ ബാങ്ക് അയാളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ പോവുക. എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ചെക്കുകൾ എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് നമുക്ക് ക്യാഷായി എവിടെ നിന്ന് കിട്ടില്ല, ക്യാഷ് കൗണ്ടറിൽ നിന്ന് പൈസ മാറാൻ പറ്റില്ല. പെയ്ഡ് ഓൺലി ത്രൂ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമേ പോകും. അപ്പോൾ ആരുടെ പേരാണോ അവർ എഴുതിയിരിക്കുന്നത്, അവിടെ ആരുടെ അക്കൗണ്ടാണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അയാളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെക്കുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലോസ്ഡ് ചെക്കാകുമ്പം എമൗണ്ട് കനോട്ട് ബി ഗിവൺ ഫ്രം ദ ക്യാഷ് കൗണ്ടർ. അപ്പോൾ നമ്മൾ ഇത്തരം ചെക്കുകൾ ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്യാഷ് കൗണ്ടറിൽ നിന്ന് നമുക്ക് നില പൈസ ഇല്ല. എന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ പോകാം. നെക്സ്റ്റ് അക്കൗണ്ട് പേ ഓൺലി കോഴ്സ്. അക്കൗണ്ട് പേ ഓൺലി എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കോ? അക്കൗണ്ട് പേ. അപ്പോൾ നമ്മൾ നേരത്തെ ഡബിൾ ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ലൈൻ വരക്കുന്നു. എന്നിട്ട് ആ ഡബിൾ ലൈനിൽ നടുക്ക് എന്ത് ചെയ്തും? അക്കൗണ്ട് പേ എന്നിടും. നേരത്തെ വരച്ചതുപോലെ തന്നെ എന്ത് ചെയ്യുക? ആ ചെക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഡബിൾ ലൈൻ വരക്കുന്നു. ആ ഡബിൾ ലൈൻ വരച്ചത് ലൈനിൻ്റെ ഇടയിൽ അക്കൗണ്ട് പേ എന്ന് എഴുതാം. അപ്പോൾ അക്കൗണ്ട് പേ എന്ന് ചെയ്താൽ എമൗണ്ട് ഓഫ് ചെക്ക് ക്യാൻ ബി ഡെപ്പോസിറ്റ് ഓൺലി ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ പേഴ്സൺ ഹൂസ് നെയിം അപ്പിയർ ഓൺ ദ ചെക്ക്. അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രം പോകും അക്കൗണ്ട് പേ. അപ്പോൾ അക്കൗണ്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് അക്കൗണ്ട് പേ ഓൺലി ക്ലോസിങ്. ഇത് സിമ്പിൾ ക്ലോസിംഗ് ആണ്. ഇവിടെ അക്കൗണ്ട് പേ ചെയ്യുന്നത് ആ അക്കൗണ്ട് ആരുടെ അക്കൗണ്ടാണോ ആ അക്കൗണ്ടിലേക്ക് മാത്രം പോകാൻ വേണ്ടിയാണ് അക്കൗണ്ട് പേ ഓൺലി എന്ന് നോക്കുക. പിന്നെ സ്പെഷ്യൽ ക്ലോസിംഗ്. സ്പെഷ്യൽ ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ദ ബാങ്ക് ഈസ് റിട്ടൺ ബിറ്റ്വീൻ 2 പാരലൈൻസ്. അപ്പോൾ ചിലപ്പോൾ ബാങ്കിൻ്റെ പേര് എഴുതാം, പിന്നെ ബാങ്കിൻ്റെ പേര് എഴുതാം, അക്കൗണ്ട് പേ ചെയ്യുന്ന എഴുതാം. ബാങ്കിൻ്റെ പേര് നോട്ട് നെഗോഷ്യബിൾ. നെഗോഷ്യബിൾ എന്ന് നമുക്ക് വേറെ ഒക്കെ കൊടുക്കാൻ പറ്റില്ല. ഈ ചെക്ക് നമുക്ക് എന്താ പറ്റില്ല, വേറെ കൈമാറാൻ പറ്റില്ല. പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ബാങ്ക് ഓൺലി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ബാങ്കിലേക്കാണ് പോവുക. ബാങ്കും തമ്മിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുക സ്പെഷ്യൽ ക്ലോസിംഗ് ആകുമ്പോൾ. അപ്പോൾ ഏത് ബാങ്കിലേക്കാണോ ഈ പൈസ ട്രാൻസ്ഫർ ആവുന്നത് ആ ബാങ്കിൻ്റെ പേര് അവിടെ എത്തുന്നത്. പിന്നെ ബാങ്കിൻ്റെ പേരും അക്കൗണ്ട് പേ ചെയ്യുന്നത് ആ അക്കൗണ്ടിലേക്ക്, ബാങ്കിൻ്റെ ഇന്ന അക്കൗണ്ടിലേക്ക് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യാം. നമ്മൾ അക്കൗണ്ട് ബാങ്ക് ഏതാണോ ബാങ്ക് ആ ബാങ്കിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, അയാളുടെ ബാങ്കിൻ്റെ പേര്, ബാങ്ക് ഇപ്പം കനറ ബാങ്ക് ആണെങ്കിൽ നമ്മളവിടെ എന്ത് കനറ ബാങ്ക് അക്കൗണ്ട് പേ. അപ്പോൾ കനറ ബാങ്കിൻ്റെ അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ പോകും. അത് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യും. അതാണ് സ്പെഷ്യൽ ക്ലോസിംഗ്. ഇപ്പോൾ നെയിം ഓഫ് ദ ബാങ്ക് ഈസ് റിട്ടൺ ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്.
നെക്സ്റ്റ് വരുന്നത് എൻഡോസ്മെൻറ്റ്. എന്താണ് എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? എൻഡോസ്മെൻറ്റ് മീൻസ് റൈറ്റിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പേ ദ ചെക്ക് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് ദെൻ സൈനിങ് ഇറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക്. ഇപ്പോൾ നമുക്കൊരു ചെക്ക് കിട്ടി, ഇപ്പം എനിക്കൊരു ചെക്ക് കിട്ടി. അപ്പോൾ ഞാനെനിക്ക് എന്ത് ചെയ്യാം, ഈ ചെക്ക് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എനിക്ക് വേറെ ആൾക്ക് പൈസ കൊടുക്കാനായിരിക്കാം. അപ്പോൾ ഞാൻ വേറെ ഒരാൾക്ക് ഇപ്പോൾ എനിക്കൊരു ചെക്ക് കിട്ടി, എനിക്ക് രമേശ് ചെക്ക് തന്നു, ഒരു 50,000 രൂപയുടെ ചെക്ക് തന്നിരിക്കാം രമേശ്. അപ്പോൾ എനിക്കിപ്പം രാജുവിന് പൈസ കൊടുക്കാനുണ്ട്, 50,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ രാജുവിന് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ചെക്കിൻ്റെ പുറകെ വശത്ത് ബാക്കിൽ എന്ത് ചെയ്യുന്നു, പേ ടു ദ ഓർഡർ ഓഫ് രാജു. എന്നിട്ട് അയാളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കാം, അയാളുടെ പേരും ഡീറ്റെയിൽസൊക്കെ അഡ്രസ്സൊക്കെ കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈൻ താഴെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാജുവിന് എന്ത് ചെയ്യുക, ഈ ചെക്ക് കൊണ്ടുപോയി രാജുവിന് പൈസ വാങ്ങിക്കാം. അതാണ് എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൈറ്റിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പേ ദ ചെക്ക് ടു എ പർട്ടിക്കുലർ ഒരു പ്രത്യേക ആൾക്ക് പൈസ കൊടുക്കണം, ഇന്ന ആൾക്ക് കൊടുക്കണം എന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ബാക്കിൽ എഴുതി കൊടുക്കുക. ആൻഡ് സൈനിങ് ഇറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക്. ചെക്കിൻ്റെ പുറകു വശത്താണ്, ബാക്കിലാണ് എഴുതുന്നത്. പുറകു വശത്ത് എന്ത് ചെയ്യണം, ചെക്കിൻ്റെ പുറകു വശത്ത് ആർക്കാണോ കൊടുക്കേണ്ടത് അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക, അഡ്രസ്സും കൊടുക്കുക, അവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കാം. എന്നിട്ട് അതിന് താഴെ എന്ത് ചെയ്യണം, നമ്മളും കൂടി ഒപ്പിടുക. അപ്പോൾ നമുക്ക് കിട്ടിയ ചെക്ക് വേറെ ആൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോസ്മെൻറ്റ്. അതായത് എനിക്ക് കിട്ടിയൊരു ചെക്ക്, എനിക്കിപ്പോൾ 50,000 രൂപയുടെ ചെക്ക് കിട്ടി. അപ്പോൾ എനിക്കെന്ത് ചെയ്യാം, ഈ ചെക്ക് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ പൈസ രാജുവിന്, ഞാൻ നേരത്തെ പറഞ്ഞ് രാജുവിന് പൈസ കൊടുക്കാനുണ്ട്, 50,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ 50,000 രൂപ കൊടുക്കുന്നതിന് പകരം ഞാൻ ഈ ചെക്ക് എന്ത് ചെയ്തു, എൻഡോസ് ചെയ്യും. അപ്പോൾ ആ ചെക്കിൻ്റെ ബാക്കിൽ ഞാൻ എഴുതും പേ ടു ദ ഓർഡർ ഓഫ് രാജു, അയാളുടെ അഡ്രസ്സൊക്കെ എഴുതും, ഡീറ്റെയിൽസൊക്കെ, പിന്നെ അയാളുടെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന് താഴെ ഞാൻ പേരും എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ രാജുവിന് എന്ത് ചെയ്യുക, ഈ ചെക്ക് ആ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പൈസ മാറും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എൻഡോസ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്? എന്താ ഡബിൾ കോളം മീൻസ്? എന്താണ് ഡബിൾ നിന്ന് എത്രയാ? 2. അപ്പോൾ 2 കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ ഈ ക്യാഷ് ബുക്കിന് 2 കോളം ഉണ്ടാവും. അതായത് 2 എമൗണ്ട് കോളം ഓൺ ഈച്ച് സൈഡ്. നമ്മൾ നേരത്തെ പഠിച്ചത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആദ്യം പഠിച്ചല്ലേ. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എന്താണ്, ഒരു സൈഡിൽ ഒരു കോളം, ഡെബിറ്റ് സൈഡിൽ ഒരു കോളം, ക്രെഡിറ്റ് സൈഡിലും ഒരു എമൗണ്ട് കോളം മാത്രമുള്ളതിന് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തന്നെ. ഇവിടെ എന്താണ്, there are 2 amount columns on each side. രണ്ട് സൈഡിലും 2 എമൗണ്ട് കോളം ഉണ്ടാവും. ഡെബിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം. എന്താ 2 എമൗണ്ട് കോളം? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ടാവും, ബാങ്ക് ട്രാൻസാക്ഷനും ഉണ്ടാവും അല്ലേ. അപ്പോൾ ബിസിനസ്സിനകത്ത് തന്നെ എന്താവും, ദർ മേ ബി ക്യാഷ് ട്രാൻസാക്ഷൻ ആസ് വെൽ ആസ് ബാങ്ക് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എഴുതാൻ ക്യാഷ് കോളവും, ബാങ്ക് ട്രാൻസാക്ഷൻ എഴുതാൻ ബാങ്ക് കോളവും. സെപ്പറേറ്റ് കോളം ഫോർ ക്യാഷ് ആൻഡ് ബാങ്ക് ഓൺ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ് റെസീറ്റ്സ്, നേരത്തെ നമ്മൾ റെസീറ്റ്സ് എന്താണ്, ക്യാഷ് റെസീറ്റ്സ്. അപ്പോൾ ക്യാഷ് റെസീറ്റ്സ് ആകുമ്പോൾ നമുക്ക് ക്യാഷ് തരുന്നതിന് പകരം ചില ആൾ എന്ത് ചെയ്യുക, ചെക്ക് തരാം. അപ്പോൾ നമ്മൾ സാധനം വിറ്റപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അയാൾ പൈസ ചെയ്തതിന് പകരം അയാൾ 50,000 രൂപയുടെ ചെക്ക് വന്നു. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം, ബാങ്കിലേക്ക് അയക്കണം. അല്ല, ബാങ്കിൽ അയച്ച് നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് വരും പൈസ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ബാങ്ക് കോളം. അതേപോലെ ഇപ്പം നമുക്ക് പിന്നെ കമ്മീഷൻ കിട്ടി, കമ്മീഷൻ പൈസ ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അല്ല, അയാൾ അക്കൗണ്ട്, ഇപ്പോൾ നമുക്ക് ചെക്കിന് പകരം എന്ത് ചെയ്യുക, അയാൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം അല്ലേ. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടും. അപ്പോൾ റെസീപ്റ്റാണ് ബാങ്ക് റെസീപ്റ്റ്. ഇനി അതേപോലെ പേയ്മെൻറ്റ് സൈഡിൽ ഇപ്പം നമ്മൾ പെയ്ഡ് റെൻറ്റ്, വാടക കൊടുക്കുന്നു. വാടക ക്യാഷായിട്ട് കൊടുക്കാം അല്ലേ. ഇപ്പോൾ 5,000 രൂപയാണ് വാടക, നമ്മൾ 5,000 രൂപ എല്ലാ മാസവും ക്യാഷ് കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 5,000 രൂപ നമുക്ക് ചെക്ക് കൊടുക്കാം. 5,000 രൂപ ചെക്ക് എല്ലാ മാസവും 5,000 രൂപ ചെക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അയാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് 5,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അല്ലേ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് വരുമ്പോൾ അത് ബാങ്ക് പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ്സ് ഓർ മേ ബി ക്യാഷ് പേയ്മെൻറ്റ്സ് ആൻഡ് ബാങ്ക് പേയ്മെൻറ്റ്സ്. അതുപോലെ റെസീറ്റ്സ് എന്ത് വരിക, ക്യാഷ് റെസീറ്റ്സും വരാം, ബാങ്ക് റെസീറ്റ്സും വരാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്, റെസീപ്റ്റ് സൈഡും പേയ്മെൻറ്റ്സ് റെസീപ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ റെസീപ്റ്റ് സൈഡിനകത്താണെങ്കിൽ ക്യാഷ് റെസീപ്റ്റ്സ് ആണ് ക്യാഷ് കോളക്ട് ചെയ്തോ, ബാങ്ക് റെസീപ്റ്റ്സ് ആണെങ്കിൽ ബാങ്ക് കോളക്ട് ചെയ്തോ. അതേപോലെ പേയ്മെൻറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ് കോളക്ട് ചെയ്തോ, ക്യാഷിന് പകരം ചെക്കോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ ഫണ്ട് ട്രാൻസ്ഫറോ ആണെങ്കിൽ അത് കോളക്ട് ചെയ്തോ, ബാങ്ക് കോളക്ട് ചെയ്തോ. അപ്പോൾ നോക്കുക, ഓൾ പേയ്മെൻറ്റ്സ് ഇൻ ടു ദ ബാങ്ക്
account recorded to bank column on debit side. All payments into bank account. ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള പേയ്മെൻറ്റ്സ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് കോളം ഓൺ ഡെബിറ്റ് സൈഡ്. അതായത് ബാങ്കിലേക്ക് പൈസ വരാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും അല്ലേ? അക്കൗണ്ടിലേക്ക് പൈസ നമ്മൾ എന്താണ്? റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ? നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പോൾ റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ? റെസിപ്റ്റ് അല്ലേ? അപ്പോൾ റെസിപ്റ്റ് കോളത്തിൽ എഴുതണം. റെസിപ്റ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ ഏത് കോളത്തിൽ എഴുതാം? ബാങ്ക് കോളത്തിൽ എഴുതാം. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ രണ്ട് കോളം ഉണ്ടാവും, ക്യാഷ് കോളം ഉണ്ടാവും, ബാങ്ക് കോളം ഉണ്ടാവും. അപ്പോൾ പേയ്മെൻറ്റ്സ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്, അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ റെസീപ്റ്റ്സ് പേയ്മെൻറ്റ്സും അല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ പൈസയും എന്ത് ചെയ്യാം? ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്യാം ഓൺ ഡെബിറ്റ് സൈഡ്, റെസീപ്റ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് മീൻസ് റെസീപ്റ്റ് സൈഡ് അല്ല. റെസീപ്റ്റ് സൈഡ് നമ്മൾ പറഞ്ഞു, ഡെബിറ്റ് സൈഡിന് റെസീപ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞത്. ക്യാഷ് ബുക്കിന് ഡെബിറ്റ് സൈഡിന് നമ്മൾ പറഞ്ഞത് റെസീപ്റ്റ് സൈഡാണ്. അപ്പോൾ റെസീപ്റ്റ് സൈഡിൻ്റെ ബാങ്ക് കോളത്തിൽ എഴുതാം. ഇനി അതേപോലെ ഇപ്പോൾ നോക്കാം പേയ്മെൻറ്റ്സ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇനി ഓൾ പേയ്മെൻറ്റ്സ് ഫ്രം ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയാണെങ്കിൽ എല്ലാ പേയ്മെൻറ്റ്സ് ഫ്രം ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ചെക്ക് കൊടുക്കാം. നേരത്തെ പറഞ്ഞു റെൻറ്റ് ചെക്ക് കൊടുക്കാം. സാലറി നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അല്ല. എല്ലാവരും അക്കൗണ്ടിലേക്ക് മാസം അവസാനം എന്ത് ചെയ്യുക? സാലറി ശമ്പളം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയാണ് അല്ലേ? അപ്പോൾ അക്കൗണ്ട്സിൽ നിന്ന് പൈസ പോകുമ്പം അതേ സൈഡ് എടുക്കണം, പേയ്മെൻറ്റ് സൈഡ് ഓർ ക്രെഡിറ്റ് സൈഡ്. പേയ്മെൻറ്റ് സൈഡ് മീൻസ് ഇവിടെ ക്രെഡിറ്റ് സൈഡ് അല്ലേ? അപ്പോൾ എല്ലാ പേയ്മെൻറ്റ്സും ഫ്രം ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എവിടെയൊക്കെ പൈസ പോകുന്നുണ്ടോ ആ പോകുന്ന പൈസയൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ഓർ പേയ്മെൻറ്റ് സൈഡ് ഓഫ് ബാങ്ക് കോളം. പേയ്മെൻറ്റ് സൈഡിൽ ഏത് കോളത്തിൽ? ബാങ്ക് കോളത്തിൽ. ഓൾ പേയ്മെൻറ്റ്സ് ഫ്രം ബാങ്ക് അക്കൗണ്ട് ആർ റെക്കോർഡ് ഓൺ ബാങ്ക് കോളം ഓൺ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എവിടെയൊക്കെ പൈസ പോകുന്നുണ്ടോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയൊക്കെ പൈസ പോകുന്നുണ്ടോ, ഏതൊക്കെ രീതിയിൽ പൈസ പുറത്തേക്ക് പോകുന്നുണ്ടോ ആ പോകുന്ന പൈസയൊക്കെ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കുക ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം നമ്മളെങ്ങനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുക. പ്രിപ്പറേഷൻ ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഹൗ ടു പ്രിപ്പയർ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. നമുക്ക് എങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുക? അപ്പോൾ നമ്മൾ നേരത്തെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കിയപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഏത് സൈഡിൽ എടുത്തത്? ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിൽ എടുത്തത് നേരത്തെ ക്യാഷ് ബുക്ക് തയ്യാറാക്കിയപ്പോൾ? ഡെബിറ്റ് സൈഡ് അല്ലേ? ഡെബിറ്റ് സൈഡ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താണ്? സ്റ്റാർട്ടഡ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഇവിടെ രണ്ട് ബാലൻസ് ഉണ്ടാവും, ക്യാഷ് ബാലൻസും ഉണ്ടാവും, ബാങ്ക് ബാലൻസും ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ജനുവരി മാസത്തെ അക്കൗണ്ട് തയ്യാറാക്കുന്നെങ്കിൽ ജനുവരി 1-ാം തീയതി നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ബാലൻസ് കാണും അല്ലേ? അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കാണും. അപ്പോൾ രണ്ട് ബാലൻസ് ഉണ്ടാവും. ഇപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആകുമ്പോൾ അവിടെ ഉണ്ടാവും ദർ ഹാവ് ടു ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക്. നോർമലി ക്യാഷ് ആൻഡ് ബാങ്ക് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ആൻഡ് ബാങ്ക് ഈസ് എ അസറ്റ്. ക്യാഷും ബാങ്കും എന്താണ്? അസറ്റാണ്. അസറ്റ് ഷോസ് ഡെബിറ്റ് ബാലൻസ് അല്ല. അസറ്റിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഏത് സൈഡിൽ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ അത് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റ് എഴുതുന്നു 2020 ജനുവരി 1. ബാലൻസ് ബ്രോ ഡൗൺ. അപ്പോൾ ക്യാഷ് എത്രയാണ് ബാലൻസ് ചെയ്യുന്നത്? ക്യാഷ് കോളത്തിൽ എഴുതുന്നു. ബാങ്ക് ബാലൻസ് ബാങ്ക് കോളത്തിൽ എഴുതാം. പാസ്ബുക്കിൽ എത്രയാണ് ബാലൻസ് ഉള്ളത്? ബാങ്ക് കോളത്തിൽ എഴുതാം. അപ്പോൾ നേരത്തെ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്തപ്പോൾ എവിടെ എമൗണ്ട് എഴുതിയിരിക്കുന്നത്? ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ഒറ്റ എമൗണ്ട് കോളം ഉണ്ടായിട്ടില്ല, അവിടെ നമ്മൾ എമൗണ്ട് എഴുതി. അതിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു? രണ്ട് എമൗണ്ട് കോളം ഉണ്ടാവും. അപ്പോൾ രണ്ട് കോളത്തിൽ സെപ്പറേറ്റ് ചെയ്തോ. ക്യാഷ് ബാലൻസ് എത്രയാണോ ക്യാഷ് കോളത്തിൽ ചെയ്തോ, ബാങ്ക് ബാലൻസ് എത്രയാണോ ബാങ്ക് കോളത്തിൽ ചെയ്തോ. നെക്സ്റ്റ് വരുന്നത് ഇഫ് ദ ബാങ്ക് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് ഓർ ഓവർ ഡ്രാഫ്റ്റ്. ചിലപ്പോൾ എന്ത് ചെയ്യാം? എന്താണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പണിംഗ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ്. അതായത് ഇതാണ് സാധാരണ രീതിയിൽ നമ്മുടെ പാസ്ബുക്കിൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളത് എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ചില ബാങ്കുകൾ ചില കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ട് ഉള്ളതിനേക്കാളും കൂടുതൽ പൈസ എമൗണ്ട് കൂടുതൽ വിഡ്രോ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ, അങ്ങനെ അധികമായിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എന്താ പറയുക? ദറ്റ് ഈസ് കോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപയുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്? 10,000 രൂപയുണ്ട്. നമുക്കൊരു 25,000 രൂപയുടെ ആവശ്യമുണ്ട്, എമർജൻസി ആയിട്ട് ആവശ്യമുണ്ട്.
നമുക്ക് 25,000 രൂപ അത്യാവശ്യമായിട്ട് വേണം. നമുക്ക് അക്കൗണ്ടിൽ എത്ര പൈസയുള്ളൂ? 10,000 രൂപയുള്ളൂ. അപ്പോൾ നമ്മൾ ബാങ്കിനെ സമീപിക്കും, അല്ല ബാങ്കിൽ പോന്നു. എന്നിട്ട് ബാങ്കിൽ പറയുകയാണ് നമുക്കിപ്പം ഒരു 25,000 രൂപ അത്യാവശ്യമുണ്ട്, അപ്പോൾ നമുക്കൊരു 15,000 രൂപ നമ്മളെ അക്കൗണ്ടിലുള്ളതിനേക്കാളും അഡീഷണലായി തരണം. 10,000 നമ്മളെ അക്കൗണ്ടിലുള്ളൂ, ഒരു 15,000 രൂപ കൂടി തരണം. അപ്പോൾ ബാങ്കും നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് നല്ല ഡീലിങ്സ് ആണ്. എന്ത് ചെയ്യും? ബാങ്ക് നിങ്ങൾക്ക് 15,000 രൂപ അഡീഷണലായി തരും ആസ് എ ലോൺ ഫോർ എ ഷോർട്ട് പീരിയഡ്. ഇപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ നിങ്ങൾക്ക് സമയം തരും. അപ്പോൾ 2 ആഴ്ച കൊണ്ട് നമ്മൾ ആ പൈസ തിരിച്ചെടുക്കും വിത്ത് ഇൻട്രസ്റ്റ്. ദാറ്റ് എക്സസ് എമൗണ്ട് ഈസ് കോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ നമ്മളൊരു 10,000 നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത്, അപ്പോൾ നമ്മൾ എത്ര പൈസ അധികം വിഡ്രോ ചെയ്തത്, എത്ര പൈസ അധികം വാങ്ങിച്ചു? 15,000. ദാറ്റ് 15,000 ഈസ് കോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ? പൈസ ഉണ്ടാവോ? ഇല്ല. അപ്പോൾ നെഗറ്റീവാണ്, അല്ല നെഗറ്റീവ് ബാലൻസാണ്. നെഗറ്റീവ് ബാലൻസ് ആയതുകൊണ്ടാണ് നമ്മൾ അതെന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനാണ്, അല്ലേ? 15,000 രൂപ നമ്മളിങ്ങോട്ട് അധികം വാങ്ങിച്ചു, അക്കൗണ്ടിലുള്ളതിനേക്കാളും പൈസ അധികം വാങ്ങിച്ചു, അല്ലേ? 15,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിലേക്ക് കൊടുക്കല്ലേ വേണ്ടേ? അപ്പോൾ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. അതെന്തായി മാറി? ഓവർ ഡ്രാഫ്റ്റ് ബിക്കംസ് ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്. സോ ഇറ്റ് വിൽ ബി ഹാസ് എ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ലയബിലിറ്റിയാണ്. ലയബിലിറ്റിക്ക് സാധാരണ നമ്മൾ എന്താ പറയുക? ലയബിലിറ്റി ഹാസ് ക്രെഡിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് ഏത് സൈഡ് കാണിക്കണം? ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡ് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ നിൽക്കും, എമൗണ്ട് ബാങ്ക് ഓർത്തിൽ കാണിക്കും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ വരും, ബാങ്ക് ബാലൻസ് ആയിട്ട് ബ്രാക്കറ്റിൽ CR എന്ന് വരും, ക്രെഡിറ്റ്. ഇപ്പോൾ ക്രെഡിറ്റിന് പറയുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കാം കേട്ടോ. നോർമലി എന്താണ്? ബാങ്ക് ബാലൻസ് ഡെബിറ്റ് ആണ്. സാധാരണ രീതിയിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് ബാങ്ക് കോളത്തിന് ഡെബിറ്റ് സൈഡ് എടുക്കാം. ഇനി ക്വസ്റ്റിനകത്ത് ഒന്നുകിൽ ഓവർ ഡ്രാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബാങ്ക് ബാലൻസ് ബ്രാക്കറ്റിനകത്ത് CR ക്രെഡിറ്റിന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. നെക്സ്റ്റ് വരുന്നത് അടുത്ത് നോക്കാം, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് ശ്രദ്ധിക്കണം, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ എന്താ അർത്ഥം? നമ്മൾ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലേ? പൈസ നമ്മൾ എവിടെ ഡെപ്പോസിറ്റ് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ക്യാഷ് ബാലൻസ് എന്താവും? കൂടെ കുറയോ? കുറയും. അപ്പോൾ ക്യാഷ് കുറയുമ്പോൾ നമ്മൾ എന്താണ്? റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ? പേയ്മെന്റ്. അപ്പോൾ അങ്ങനെ പൈസ സൈഡിൽ എഴുതണം, ക്രെഡിറ്റ് സൈഡ് അല്ല, പേയ്മെന്റ് സൈഡിൽ എഴുതണം. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ നമ്മൾ എന്താ എഴുതുക? പൈസ നമ്മൾ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്? ബാങ്കിൽ. അപ്പോൾ നമ്മൾ പേയ്മെന്റ് സൈഡിൽ എന്ത് എഴുതണം? പേയ്മെന്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് അല്ല, ബാങ്കിലേക്കല്ലേ എഴുതിയത്? ബാങ്കിലേക്കാണ് നമ്മൾ പൈസ അടച്ചത്. അപ്പോൾ അതുകൊണ്ട് പേയ്മെന്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ നിന്ന് എഴുതും. എന്നിട്ട് എമൗണ്ട് ഏത് കോളത്തിൽ എഴുതോ? ക്യാഷ് കോളത്തിൽ എഴുതോ ബാങ്ക് കോളത്തിൽ എഴുതോ? ക്യാഷ് കോളത്തിൽ. കാരണം ക്യാഷ് അല്ലേ കുറഞ്ഞത്, ക്യാഷ് കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം, ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കുറയും. ഇപ്പോൾ ക്യാഷ് ബാലൻസ് കുറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്യാഷ് പേയ്മെൻറ്റ്. ക്യാഷ് പേയ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് സൈഡിൽ എന്ത് ചെയ്യും? പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ നിന്ന് എഴുതുന്നു, എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതാം. ഇനി അതേസമയം ഈ പൈസ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താവും? കൂടും അല്ലേ? അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചാൽ എന്താണ്? റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ? റെസീറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതേ സൈഡ് കൂടി എഴുതണം, ഡെബിറ്റ് സൈഡ്. കാരണം റെസീറ്റ് നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടി, അല്ലേ? ബാങ്ക് ബാലൻസ് കൂടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് റെസിപ്റ്റ് ആണ്. ബാങ്ക് റെസിപ്റ്റ് ആകുമ്പോൾ റെസീറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസീറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്? ക്യാഷ് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ റെസീറ്റ് സൈഡിൽ ക്യാഷിന് എഴുതണം. എന്നിട്ട് എമൗണ്ട് ഏത് കോളത്തിൽ എഴുതണം? ക്യാഷ് കോളത്തിലോ ബാങ്ക് കോളത്തിലോ? ബാങ്ക് കോളത്തിൽ. കാരണം ബാങ്ക് ബാലൻസ് കൂടുന്നത് ബാങ്ക് കോളത്തിൽ, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക, ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൻ്റെ റെസീറ്റ് കോളത്തിൽ എഴുതണം, അതുപോലെ ക്യാഷിൻ്റെ പേയ്മെൻറ്റ് കോളത്തിൽ, രണ്ട് സൈഡിൽ എഴുതണം, അല്ലേ? അപ്പോൾ റെക്കോർഡിംഗ് ബാങ്ക് കോളം ഓൺ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്യാഷ് കോളം ഓൺ ക്രെഡിറ്റ് സൈഡ്. രണ്ട് കോളത്തിൽ അതിപ്പോൾ ഒരേ ട്രാൻസാക്ഷൻ തന്നെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലും എഴുതണം, ക്രെഡിറ്റ് സൈഡിലും എഴുതണം. സോ വെൻ എ ട്രാൻസാക്ഷൻ ഈസ്
recorded on both sides of the same account. രണ്ട് സൈഡിലും എഴുതുന്നത് കൊണ്ട് ദാറ്റ് ഈസ് കോൾഡ് കോൺട്രാ എൻട്രി. സാധാരണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണ ഇപ്പോൾ നമ്മൾ ക്യാഷ് സെയിൽസ്, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. അല്ല, ഒരു അക്കൗണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ എഴുതും. ഒന്നുകിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, അല്ല ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, എല്ലാ ട്രാൻസാക്ഷൻ. പക്ഷേ ഇവിടെ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ തന്നെ ക്യാഷ് ഡെബിറ്റ് സൈഡിൽ എഴുതുകയാണ്, ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയാണ്, അല്ല. സോ ഇറ്റ് ഈസ് കോൾഡ് കോൺട്രാ എൻട്രീസ്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുമെന്ന് കൂടി പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ പറഞ്ഞു ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടും. ബാങ്ക് ബാലൻസ് കൂടുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞ റെസിപ്റ്റ് ആണ്. റെസിപ്റ്റ് ആകുമ്പോൾ ഏത് സൈഡിൽ എഴുതണം, റെസീറ്റ് സൈഡിൽ എഴുതണം, ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡേറ്റ് എഴുതുന്നു, റെസീറ്റ് സൈഡിൽ റെസീറ്റ് കോളത്തിൽ ക്യാഷ് എന്ന് എഴുതാം, എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതാം. ഇനി അതേ ട്രാൻസാക്ഷനിന് എന്ത് ചെയ്യുന്നു, നമ്മളെ ക്യാഷ് ബാലൻസ് കുറയും. ക്യാഷ് ബാലൻസ് കുറയുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എഴുതുന്നു, എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതാം. അപ്പോൾ ഒരേ ട്രാൻസാക്ഷന് രണ്ട് കോളത്തിൽ വരുന്നുണ്ട്, ഇറ്റ് ഈസ് കോൾഡ് കോൺട്രാ എൻട്രി. അപ്പോൾ കോൺട്രാ എൻട്രി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡിലും LF കോളത്തിൽ സി എന്ന് പറയുന്ന ലെറ്റർ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ സി. സി മീൻസ് കോൺട്രാ. അപ്പോൾ രണ്ട് സൈഡിലും സി എന്ന് എഴുതണം. ഡെബിറ്റ് സൈഡിൽ എഴുതണം, ക്രെഡിറ്റ് സൈഡിലും ആ ട്രാൻസാക്ഷൻ നേർക്ക് എന്ത് ചെയ്താൽ LF കോളത്തിൽ സി എന്നുള്ള ലെറ്റർ എഴുതാം. സി റെപ്രസെൻറ്റ്സ് കോൺട്രാ എൻട്രി. അപ്പോൾ നമ്മൾ കോൺട്രാ എൻട്രിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് സൈഡിലും സി എന്ന് എഴുതാം. പറയാം. അപ്പോൾ നോക്കോ, ലെറ്റർ സി ഈസ് റിട്ടൺ ഇൻ ദ ലെറ്റർ, നോക്കോ ഇത് ലെറ്റർ സി ഈസ് റിട്ടൺ ഇൻ LF കോളം ഓൺ ഈച്ച് സൈഡ് ടു റെപ്രസെൻറ്റ് കോൺട്രാ എൻട്രി. അപ്പോൾ കോൺട്രാ എൻട്രി മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിലും LF കോളത്തിനകത്ത് സി എന്നുള്ള ലെറ്റർ എഴുതാം. ഇനി നോക്കുക, ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് എന്ത് ചെയ്യുന്നു, ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് ബാലൻസ് എന്താവും, കൂടെ പറയുമോ? ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മളെ ക്യാഷ് കയ്യിലുള്ള ക്യാഷ് ബാലൻസ് എന്താവും, കൂടും അല്ലേ. കൂടുമ്പോൾ നമ്മൾ എന്താ പറയുക, റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ? റെസീറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് സൈഡിൽ എഴുതണം, റെസീറ്റ് സൈഡിൽ. അപ്പോൾ റെസീറ്റ് സൈഡിൽ എന്താ എഴുതുക, നമ്മളെ ക്യാഷ് ബാലൻസ് കൂടി അല്ലേ. നമ്മൾ പൈസ എവിടെ നിന്നാണ് വിഡ്രോ ചെയ്തത്, ബാങ്ക്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെസീറ്റ് സൈഡിൽ ഡേറ്റ് എഴുതുന്നു, ഇവിടെ ബാങ്കിൽ നിന്ന് എഴുതോ, എമൗണ്ട് ഏത് കോളത്തിൽ എഴുതണം, ക്യാഷ്. കാരണം ക്യാഷിലെ കൂടിയത്, ക്യാഷ് കൂടിയത് ക്യാഷ് കോളത്തിനകത്ത് എഴുതാം. ഇനി അതേസമയം നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തു. ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് എന്താവും, നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടെ കുറയോ, കുറയുമ്പോൾ നമ്മൾ എന്താ പറയുക, പേയ്മെന്റ് ആണോ റെസീറ്റ് ആണോ, പേയ്മെന്റ്. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ എഴുതണം. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ ഡേറ്റ് എഴുതുന്നു അല്ലേ. ബാങ്കിൽ നമ്മൾ എന്താ വിഡ്രോ ചെയ്തത്, ക്യാഷ്. അപ്പോൾ അങ്ങനെ പേയ്മെന്റ് കോളത്തിനകത്ത് ക്യാഷിന് എഴുതാം. എമൗണ്ട് നമ്മൾ ഏത് കോളത്തിൽ എഴുതണം, നമ്മളെ ബാങ്ക് ബാലൻസ് ആണ് കുറയുന്നത്, ഏതാണ് കുറയുന്ന കോളത്തിൽ. അപ്പോൾ ബാങ്ക് ബാലൻസ് കുറയുന്നത് ബാങ്ക് കോളത്തിൽ എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും വന്നുകൊണ്ട് എന്ത് ചെയ്യണം, കോൺട്രാ എൻട്രിയാണ്. കോൺട്രാ എൻട്രിക്ക് രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം, സി എന്ന് LF കോളത്തിനകത്ത് എഴുതാം. ഇപ്പോൾ കോൺട്രാ എൻട്രി വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ആൻഡ് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ഈ രണ്ട് ട്രാൻസാക്ഷൻ എന്താവും, കോൺട്രാ എൻട്രി ഉണ്ടാവും, രണ്ട് സൈഡിലും വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, ഈ രണ്ട് ട്രാൻസാക്ഷനും കോൺട്രാ എൻട്രി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ട് ഭാഗത്തും എൻട്രി ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ the letter C is written in LF column on each side to represent contra entry. ഇനി നോക്കൂ, ചെക്ക് റെസീവ്ഡ് ഈസ് ഡെപ്പോസിറ്റ് ഇൻ ദ സെയിം ഡേ. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് അതേ ദിവസം തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല, ബാങ്കിൽ കൊടുക്കുന്നില്ല. നമ്മൾ കയ്യിൽ വെച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിൽ പോകുന്നുണ്ടാവുക അല്ലേ. ചിലപ്പോൾ അന്ന് ബാങ്കിൽ പോയിട്ടുണ്ടാവില്ല, പിന്നീടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ചെക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെക്ക് റിസീവ്ഡ് ഈസ് ഡെപ്പോസിറ്റ് ഇൻ ദ സെയിം ഡേ റെക്കോർഡിംഗ് ഇൻ ദ ബാങ്ക് കോളം ഓൺ ഡെബിറ്റ് സൈഡ്. നമുക്ക് പൈസ കിട്ടി, അത് ചെക്ക് കിട്ടി അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിൽ കൊടുക്കുകയാണ്. അപ്പോൾ ബാങ്കിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്കിൽ എന്താവും, ആ പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബാങ്ക് ബാലൻസ് കൂടും അല്ലേ. ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ എന്താണ്, റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ, റെസീറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഡേറ്റ് ചെയ്യുന്നു ജനുവരി 4. നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, ചെക്ക് റിസീവ്ഡ് ഫ്രം സുരേഷ്. അപ്പോൾ സുരേഷിൻ്റെ പേര് എഴുതുന്നു. ഇനി എമൗണ്ട് 6000 എവിടെ എഴുതുന്നു, ബാങ്ക് കോളത്തിൽ.
ഇപ്പോൾ ചെക്ക് റിസീവ്ഡ് ഫ്രം സുരേഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ചെക്ക് റിസീവ്ഡ് ഫ്രം സുരേഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നമുക്ക് സുരേഷിൽ നിന്ന് ഒരു ചെക്ക് കിട്ടി. ആ ചെക്ക് നമ്മൾ അന്ന് തന്നെ ബാങ്കിൽ കൊടുത്തു. ബാങ്കിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ്, ബാങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇപ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് ഈസ് എ ബാങ്ക് റെസിപ്റ്റ് ആയതുകൊണ്ട് റെസിപ്റ്റ് സൈഡിൽ എഴുതുന്നു. ഇപ്പോൾ റെസിപ്റ്റ് സൈഡിൽ ഡേറ്റ് എഴുതാം, എവിടെ നിന്നാണ് ലഭിച്ചത് അയാളുടെ പേര്. ഇപ്പോൾ റിസീവ്ഡ് ഫ്രം സുരേഷാണ്, സുരേഷിന് എഴുതാം. ആരാണോ എവിടെ നിന്നാണോ ലഭിച്ചത് അവരുടെ പേര് എഴുതുന്നു. പിന്നെ എമൗണ്ട് ബാങ്ക് കോളത്തിൽ എമൗണ്ടിൽ എന്ത് ചെയ്യുക, ബാങ്ക് കോളത്തിനകത്ത് അതിൻ്റെ എമൗണ്ടും എഴുതാം. നെക്സ്റ്റ് നോക്കാം. ചെക്ക് റിസീവ്ഡ് ഡെപ്പോസിറ്റ് ഓൺ അനദർ ഡേ. ഇപ്പോൾ ഓൺ ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാഷ്. ഇപ്പോൾ നമുക്ക് ചെക്ക് കിട്ടി. ചെക്ക് റിസീവ്ഡ് ഫ്രം സുരേഷിന് ചെക്ക് കിട്ടി. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ബാങ്കിൽ കൊടുത്തില്ല. അപ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരുമോ? ഇല്ല. ചെക്ക് നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നത് എവിടെ കൊടുത്തില്ല, ബാങ്കിൽ കൊടുത്തിട്ടില്ല. ബാങ്കിൽ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ബാങ്കിൽ അത് എൻട്രി ചെയ്യാൻ പറ്റൂ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ റെസീപ്റ്റ്, നമുക്കിപ്പോൾ ചെക്ക് കിട്ടിയാൽ നമ്മളൊന്ന് റെസീപ്റ്റാണ് അല്ലേ, റെസീപ്റ്റാണ്. അപ്പോൾ നമ്മൾ ഏ സൈഡിൽ എഴുതണം, ചെക്ക് റിസീവ്ഡ് ഫ്രം സുരേഷ് ഏ സൈഡിൽ എഴുതോ, റെസീപ്റ്റ് സൈഡോ പേയ്മെന്റ് സൈഡോ? റെസീപ്റ്റ് സൈഡിൽ എഴുതുന്നു. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ നമ്മൾ സുരേഷിന് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു ജനുവരി 6. റിസീവ്ഡ് ഫ്രം സുരേഷ് ആയിരുന്നു, സുരേഷിൻ്റെ പേര് അവിടെ എഴുതി. ഇനി പൈസ 6000 രൂപ നമുക്ക് ചെക്ക് കിട്ടി. അത് നമുക്ക് ബാങ്ക് കോളത്തിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ആ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നോ, നമ്മൾ ബാങ്കിൽ ചെക്ക് നമ്മുടെ കയ്യിലാണ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യില്ല, ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ടു ഓർ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. നമ്മളത് ബാങ്കിലേക്ക് കൊടുത്തില്ല, നമ്മൾ കയ്യിൽ വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെ എഴുതാൻ പറ്റില്ല, ബാങ്ക് കോളത്തിനകത്ത് എഴുതാൻ പറ്റില്ല. കാരണം ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല. വന്നാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും റെസീറ്റ് ആവുള്ളൂ അല്ലേ, ബാങ്ക് ബാലൻസ് കൂടും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ബാങ്കിൽ കൊടുക്കാതെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്ക് കോളത്തിനകത്ത് എഴുതാൻ പറ്റില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ചെക്ക് റിസീവ്ഡ് ഈസ് ഈക്വൽ ടു ക്യാഷ് റെസീറ്റ് അല്ല. പൈസ തരുന്നതിന് തുല്യമാണ് എന്ത്, ചെക്ക് തരുന്നത് അല്ല. നമ്മുടെ കയ്യിൽ 6000 രൂപ ക്യാഷ് ഇരിക്കുന്നതും 6000 രൂപ ചെക്ക് ഇരിക്കുന്നതും എന്താണ്, തുല്യല്ലേ ആണോ? അതായത് 6000 രൂപ നമ്മുടെ കയ്യിലിരിക്കുന്നതും 6000 രൂപ ചെക്ക് കയ്യിലിരിക്കുന്നതും രണ്ടും ഒരേ എഫക്റ്റ് തന്നെയല്ലേ, ഒരേ മൂല്യമാണല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 6000 രൂപ ചെക്ക് കിട്ടിയത് എന്തായിട്ട് കണക്കാക്കും, ക്യാഷ് കിട്ടിയതായിട്ട് കണക്കാക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് കോളത്തിൽ എഴുതണം, എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതണം. ഇനി ഈ ചെക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ ഓൺ ദ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ ജനുവരി 10 ഈ ചെക്ക് നിന്നു, ചെക്ക് റിസീവ്ഡ് ഫ്രം സുരേഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. നേരത്തെ നമുക്ക് 6000 രൂപ ചെക്ക് സുരേഷിൽ നിന്ന് കിട്ടി. ആ ചെക്ക് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് എന്താവും, കൂടും അല്ലേ. അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ എഴുതണം, റെസീറ്റ് സൈഡ് എഴുതണം. അപ്പോൾ റെസീറ്റ് സൈഡിനകത്ത് നമ്മൾ ജനുവരി 10 ഡേറ്റ് എഴുതുന്നു. ക്യാഷ് ഇത് നമ്മൾ ചെക്ക് കിട്ടിയത് നമ്മൾ എവിടെയാണ് നേരത്തെ റെക്കോർഡ് ചെയ്തത്, ചെക്ക് കിട്ടിയപ്പോൾ നമ്മൾ ഏത് കുളത്തിനകത്ത് റെക്കോർഡ് ചെയ്തത്, ക്യാഷ് കുളത്തിനകത്തല്ലേ റെക്കോർഡ് ചെയ്തത് അല്ലേ. ഈ ചെക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ ക്യാഷ് ബാലൻസ് എന്താവും, കൂടെ കുറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്യാഷിന് എഴുതുന്നു. എമൗണ്ട് ഏത് കോളത്തിൽ എഴുതുക, ബാങ്ക് കോളത്തിൽ എഴുതും അല്ലേ. അപ്പോൾ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊടുത്തപ്പോൾ നേരത്തെ നമ്മൾ ആ ചെക്ക് കിട്ടുന്ന സമയത്ത് 6000 രൂപ നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്, ക്യാഷിൻ്റെ റെസീപ്റ്റ് കോളത്തിനകത്ത് എഴുതുന്നത്. അപ്പോൾ ക്യാഷ് ബാലൻസ് നേരത്തെ 6000 രൂപ കൂടിയിട്ടുണ്ട് അല്ലേ, നേരത്തെ ചെക്ക് കിട്ടിയപ്പോൾ. ഇനി ഈ ചെക്ക് നമ്മൾ എന്തെങ്കിലും ബാങ്കിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്താവും, ഓട്ടോമാറ്റിക്കലി എന്താവും, 6000 രൂപ കുറയും അല്ലേ. കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എവിടെ കാണിക്കണം, ക്യാഷ് കുറയുമ്പോൾ നമ്മൾ എവിടെ കാണിക്കണം, റെസീറ്റ് ഓർ പേയ്മെൻറ്റ് സൈഡ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ എന്ത് ചെയ്യണം, ജനുവരി 10 പൈസ എവിടെ കൊടുത്തു, ആ ചെക്ക് ഇവിടെ കൊടുത്തു, ബാങ്കിൽ കൊടുത്തപ്പോൾ നമ്മൾ ക്യാഷ് ബാലൻസ് എന്തായി, കുറഞ്ഞു, എമൗണ്ട് ക്യാഷ് കൊടുത്തതോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എ കോൺട്രാ എൻട്രി. ഇപ്പോൾ കോൺട്രാ എൻട്രി ആയതുകൊണ്ട് രണ്ട് സൈഡിൽ എന്ത് ചെയ്യുക, സി എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അതൊരു ചെക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതേ ദിവസം തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ചെക്ക് റിസീവ്ഡ് ഈസ് നോട്ട് ഡെപ്പോസിറ്റഡ് ഓൺ ദ സെയിം ഡേ. ആ നമുക്ക് എപ്പോഴാണ് ചെക്ക് ലഭിക്കുന്നത്, ചെക്ക് ലഭിച്ച ദിവസം തന്നെ എന്ത് ചെയ്യില്ല, ആ ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് നമ്മൾ ചെക്ക് കിട്ടിയ ദിവസം അതെന്ത് ചെയ്യണം, റെസീറ്റ് സൈഡിനകത്ത് ക്യാഷ് കോളത്തിൽ എഴുതാം. യെസ്, ബിക്കോസ് ചെക്ക് റിസീവ്ഡ് ഈസ് ഈക്വൽ ടു ക്യാഷ് റെസീറ്റ്സ്. ചെക്ക് കിട്ടിയത് ക്യാഷ് കിട്ടുന്നതിന് തുല്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തൽക്കാലം
ഇവിടെ നിന്നാണ് ലഭിച്ച ആളുടെ പേര് അവിടെ റെസീറ്റ് കോളത്തിനകത്ത് എഴുതുന്നു, എമൗണ്ട് ക്യാഷ് കോളത്തിനകത്ത് എഴുതാം. അതിന് ശേഷം എപ്പോഴാണോ ഇത് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെ ബാങ്കിൽ കളക്ഷന് വേണ്ടി അയക്കുന്നത്, ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺട്രാ എൻട്രി എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ റെസീറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്ക് കോളത്തിലായ എമൗണ്ട് എൻട്രി ചെയ്യാം. എന്നിട്ട് അവിടെ റെസീറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷിന് എഴുതുന്നു. നേരത്തെ നമ്മൾ കിട്ടുമ്പോൾ ക്യാഷ് കോളത്തിലാണ് എഴുതിയത്, അതുകൊണ്ട് നമ്മളവിടെ ക്യാഷിന് എഴുതുന്നു. നമ്മൾ നേരത്തെ ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കോളത്തിനകത്ത് എഴുതി. ഈ ചെക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബാങ്കിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആ നേരത്തെ എഴുതിയിരിക്കുന്ന എമൗണ്ട് കുറയും. അത് കുറയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് സൈഡിൽ പേയ്മെൻറ്റ് കോളത്തിൽ ബാങ്കിൽ നിന്ന് എഴുതുന്നു, എമൗണ്ട് ക്യാഷ് കോളത്തിൽ എഴുതുന്നു. ഇപ്പോൾ രണ്ട് സൈഡിലും വരുന്നത് ദിസ് ഈസ് എ കോൺട്രാ എൻട്രി. ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ബാക്കിയുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് വരുമ്പോൾ ക്യാഷ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ല, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്തല്ലോ. ഇപ്പോൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്തപ്പോൾ ക്യാഷ് റെസീറ്റ്, ഇപ്പോൾ ഇൻട്രസ്റ്റ് റെസീവ്ഡ്, കമ്മീഷൻ റെസീവ്ഡ്, അതൊക്കെ നമ്മൾ ക്യാഷ് റെസീറ്റാണ് ക്യാഷ് കോൾ ചെയ്തത്. റെസീറ്റ് സൈഡിൽ ക്യാഷ് കോൾ ചെയ്തത്. ഇനി ഇൻട്രസ്റ്റ് റെസീവ്ഡ് ബൈ ചെക്ക്, ത്രൂ ചെക്കാണ് തരുന്നത്. പൈസക്ക് പകരം എന്താണ് ചെക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ബാങ്ക് കോളത്തിൽ എഴുതാം. ഇനി അതേപോലെ പേയ്മെൻറ്റ് സൈഡിൽ ഇപ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ റെൻറ്റ് പെയ്ഡ് ആസ് ക്യാഷ്, അപ്പോൾ ക്യാഷ് കോൾ ചെയ്തു. പേയ്മെൻറ്റ് സൈഡിൽ ക്യാഷ് കോൾ ചെയ്ത് റെൻറ്റ് നേരുന്നു. സാലറി പേ ചെയ്യുന്നു. പേയ്മെൻറ്റ് സൈഡിൽ സാലറി ചെയ്തോ, എമൗണ്ട് ക്യാഷ് കോൾ ചെയ്തോ. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യാം, സാലറീസ് പെയ്ഡ് ബൈ ചെക്ക്. ശ്രദ്ധിക്കുക, സാലറീസ് പെയ്ഡ് ബൈ ചെക്ക്. ഇപ്പോൾ സാലറി കൊടുക്കുന്നതിന് ചെക്കയച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് സൈഡിൽ എന്ത് എഴുതണം, ക്യാഷ് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് പകരം അവിടെ എന്ത് ചെയ്യണം, ബാങ്കിൽ നിന്ന് എഴുതും. അപ്പോൾ ത്രൂ ചെക്കാണ് പേയ്മെൻറ്റ്സ് നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിനകത്താണ് എഴുതുന്നത്. ഇനി പറഞ്ഞത് നോ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ഇൻ ദ ലെഡ്ജർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും നമ്മൾ ആദ്യം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരക്കേണ്ട. അപ്പോൾ നേരത്തെ നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പറഞ്ഞു ക്യാഷ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരക്കുന്നതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷും ബാങ്ക് അക്കൗണ്ട് വരുന്നത് കൊണ്ട് ഇനി വേറൊരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്താൽ സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും വരക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.